ഓച്ചിറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ വാഹനം അനുവദിച്ചു. CR മഹേഷ് MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. MLAയുടെ പ്രത്യേക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാഹനം അനുവദിച്ചത്. ഇവിടുത്തെ ആരോഗ്യ മേഖലയിലേക്ക് കുറച്ചുകൂടി പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ഈ വാഹനം വന്നുകൊണ്ട് നടന്നു. അത് ബഹുമാനിയായ MLAക്ക് ഈ പ്രദേശമായി ഒത്തിരി ബന്ധമുള്ളതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കിയാണ് അദ്ദേഹം ഈ വാഹനം വാങ്ങിച്ചത്. ഓച്ചിറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിനാണ് പുതിയ വാഹനം അനുവദിച്ചത്. ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ ചടങ്ങിൽ CR മഹേഷ് MLA വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്തു. തുടങ്ങി വെക്കുന്നതിൻ്റെ പൂർത്തീകരണമാണ് പുതിയതായി വരുന്ന ആളുകൾക്ക് ആദ്യമായി ചെയ്യാറുള്ളത്. അതിന് കാലതാമസം ഉണ്ടാകാൻ പാടില്ല, അഴിമതി ഉണ്ടാകാൻ പാടില്ല, സത്യസന്ധമായിരിക്കണം, സുതാര്യമായിരിക്കണം. പിന്നെ ഇവിടെ പുതിയ ജനപ്രതിനിധികളാണ് എല്ലാവരും ഉള്ളത്. എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൂടുതൽ ആളുകൾക്ക് പ്രയോജനം വരുന്ന പദ്ധതിയായിരിക്കണം ആദ്യം തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ വ്യത്യസ്തമായ രാഷ്ട്രീയ പോരാട്ടവും ചിഹ്നത്തിലും ഒക്കെ ആയിരിക്കും മത്സരിക്കും. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റക്കെട്ടായി നാടിൻ്റെ കാര്യങ്ങളിലാണ് മത്സരിക്കും. ഈ ആശുപത്രിയുടെ ഒരു പ്രത്യേകത നമ്മുടെ കരുനാഗപ്പള്ളി അസംബ്ലി മണ്ഡലത്തിലെ ഏക കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. മോഹനൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് S. ഗീതാകുമാരി സ്വാഗതം പറഞ്ഞു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനു, ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. കൃഷ്ണകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം നജീം മണ്ണേൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ലിജു P, സുബിൻ ഷാ, വഹീദ സാജിദ, കബീർ N. സൈൻ, ഇന്ദ്രജിത്ത് R, അശ്വതി SR, ജയലക്ഷ്മി, ശരണ്യ അരുൺ, S. സദ്ദാം, റസീന അൻവർ, നിസ തൈക്കൂട്ടത്തിൽ, KS പുരം സുധീർ, ശ്രീജ ശശാങ്കൻ, U. ഉല്ലാസ്, പഞ്ചായത്ത് അംഗം അഖിൽ, ഹെൽത്ത് സൂപ്പർവൈസർ D. സന്തോഷ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിനോയ് D. രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. അതായത് ആംബുലൻസ് അങ്ങനെയുള്ള വാഹനങ്ങളായിരുന്നു കൊടുക്കേണ്ടത്. പക്ഷേ ആ ക്രൈറ്റീരിയകളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് പുതിയ ഉത്തരവിലൂടെ നമ്മുടെ CHSക്ക് ഈ പറയുന്ന വിവിധ ക്ലിനിക്കുകൾ നടത്താനും ക്യാമ്പുകൾ നടത്തുവാനുമുള്ള ഒരു വാഹനം അനുവദിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ആൾക്കാരുടെ പ്രയത്നങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട MLAയുടെ പ്രയത്നം അതൊക്കെ എടുത്ത് പറയേണ്ടതാണ്. കാരണം ഗവൺമെന്റിൽ നിന്ന് പ്രത്യേക ഒരു അനുമതി വാങ്ങിക്കണമെങ്കിൽ എത്രയോ കാലഘട്ടങ്ങളായി നടക്കേണ്ട ഒരു പ്രൊസീജിയറാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസർ, അതുപോലെ തന്നെയാണ് ഇവിടുത്തെ നമ്മുടെ മുൻപ് HI ആയിരുന്ന പ്രദീപ് ആര്യത്ത്, അപ്പോൾ ഇപ്പോഴത്തെ മണ്ണാർ സാർ, അവരുടെയൊക്കെ പ്രയത്നങ്ങൾ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല. അതുപോലെ തന്നെ പാർട്ടി തലങ്ങളിൽ നിന്നും നമ്മുടെ VS വിനോദും അൻസാറും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് നിരന്തരമായ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെട്ടിട്ടുണ്ട്. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമങ്ങൾ, കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായ കൂട്ടായ പരിശ്രമങ്ങളാണ് ഇന്ന് ഈ ധന്യമുഹൂർത്തം നമുക്ക് സമ്മാനിച്ചത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.